ടോപ്പിക്കിന്റെ പേരാണ് വേരിയബിൾ വിൻസ്. വേരിയബിൾ വിൻസ്. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള വിൻസിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പല ആളുകൾക്കും അറിയണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ, കടൽക്കാറ്റ്, കരക്കാറ്റ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഇങ്ങനെ പല കാറ്റുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട ആളുകളാണ്. ഈ കാറ്റുകളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സീ ബ്രീസിന് എടുക്കാം, അല്ലെങ്കിൽ കടൽക്കാറ്റിന് എടുക്കാം. കടൽക്കാറ്റ് വരുന്നത് കടലിൽ നിന്ന് കരയിലേക്കാണ്. അതേപോലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വരുന്നത് തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ്. അപ്പൊ ഈ കാറ്റുകൾ എവിടുന്നാണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, predict ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം ഈ കാറ്റിന്റെ ഇന്റൻസിറ്റി, വേഗത എത്രയുണ്ട് അതും നമുക്ക് predict ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ കൃത്യമായിട്ട് ഡയറക്ഷൻ predict ചെയ്യാൻ പറ്റാത്ത, കൃത്യമായിട്ട് എത്ര വേഗതയിൽ വരും, എപ്പോൾ വരും എന്നൊന്നും നമുക്ക് predict ചെയ്യാൻ പറ്റാത്ത കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ വിൻസ്. കാറ്റുകളെ മക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ വിൻസ്. ഈ വിൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാറ്റിന്റെ ഡയറക്ഷൻ, ഒന്നാമത്തെ കാര്യം ഡയറക്ഷൻ, ദിശ, മലയാളത്തിൽ പറഞ്ഞാൽ ദിശ, ഡയറക്ഷൻ. രണ്ടാമത്തേത് ഇതിന്റെ ഇന്റൻസിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം ശക്തിയില് ഇത് വീശും, ഇതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. അങ്ങനെ നമുക്ക് കൃത്യമായി predict ചെയ്യാൻ പറ്റാത്ത കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ വിൻസ്. മലയാളത്തിൽ ഇവയെ നമ്മൾ വിളിക്കുന്നു അസ്ഥിരവാദങ്ങൾ. മക്കളെ ഓർത്തു വെച്ചോളാ, ഇതിനെ വിളിക്കുന്നു അസ്ഥിരവാദങ്ങൾ. നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്ഥിരവാദങ്ങൾ. കൃത്യമായ ശക്തിയോ കൃത്യമായ ദിശയോ predict ചെയ്യാൻ പറ്റാത്ത, പ്രവചിക്കാൻ സാധിക്കാത്ത കാറ്റുകളെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ വിൻസ്. ഇനി കാറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൗത്ത് വെസ്റ്റ് മൺസൂണൊക്കെ 2 മാസമൊക്കെ 2-3 മാസമൊക്കെ വീശാം. ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ വേരിയബിൾ വിൻസ് ആവട്ടെ, വേരിയബിൾ വിൻസിന്റെ ഒരു പ്രത്യേകത, ചിലപ്പോ ഇത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഏറിപ്പോയാൽ ഒരു 3-4 ദിവസം, അങ്ങനെ കുറഞ്ഞ സമയത്തേക്ക് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ വീശുന്ന കാറ്റുകളാണ് വേരിയബിൾ വിൻസ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇന്റൻസിറ്റി, ഡയറക്ഷൻ നമുക്ക് predict ചെയ്യാൻ വേണ്ടി പറ്റൂല. ശക്തിയും ദിശയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല, പ്രവചിക്കാൻ സാധിക്കാത്ത, എന്നാൽ വളരെ കുറഞ്ഞ കാലം മാത്രം വീശുന്ന, ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രം വീശുന്ന കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ വിൻസ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് അതാണ്, ഇന്റൻസിറ്റിയും ഡയറക്ഷനും predict ചെയ്യാൻ പറ്റാത്ത, ഷോർട്ട് ഡ്യൂറേഷനിൽ വീശുന്ന കാറ്റുകൾ. ശക്തിയും ദിശയും തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ predict ചെയ്യാൻ, പ്രവചിക്കാൻ പറ്റാത്ത, വളരെ കുറഞ്ഞ കാലയളവിലേക്ക് മാത്രം വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ വിൻസ്. നമുക്ക് 2 വേരിയബിൾ വിൻസിനെ കുറിച്ചാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സൈക്ലോൺസ് ആണ്, ഒന്നാമത്തെ വേരിയബിൾ വിൻസ്, ഒന്നാമത്തെ അസ്ഥിരവാദമാണ് ചക്രവാതം. ചക്രവാതം നമ്മൾ വിളിക്കുന്ന പേരാണ് ചക്രവാതം എന്നാണ് വിളിക്കുക, ചക്രവാതം. രണ്ടാമത്തേതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, രണ്ടാമത്തെ ഒരു വേരിയബിൾ വിൻഡാണ്, രണ്ടാമത്തെ ഒരു അസ്ഥിരവാദമാണ് ആന്റി സൈക്ലോൺസ്. ഇത് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് പ്രതിചക്രവാതം. പ്രതിചക്രവാതം രണ്ടാമത്തെ വേരിയബിൾ വിൻഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ അസ്ഥിരവാദത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രതിചക്രവാതം. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് വേരിയബിൾ വിൻഡ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ വേരിയബിൾ വിൻഡ്സിലെ സൈക്ലോൺസിലേക്കും ആന്റി സൈക്ലോൺസിലേക്കും പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1-2 ബേസിക് കാര്യങ്ങൾ, ജോഗ്രഫിയുടെ 1-2 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മക്കളെ, അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ഭൂമിയാണ്. ഭൂമിയായിട്ട് കണക്കാക്കുക നിങ്ങൾ. ഇത് ഭൂമിയിലെ ഒരു സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് എ. സ്ഥലത്തിന്റെ പേരാണെന്ത്? എ. ഇനി ഇത് ഭൂമിയിലെ രണ്ടാമത്തെ സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് ബി. അപ്പൊ ഒന്നാമത്തെ സ്ഥലം എ, രണ്ടാമത്തെ സ്ഥലം ബി. ഈ ഒന്നാമത്തെ സ്ഥലമായിട്ടുള്ള എയില് അത്യാവശ്യം എയർ ഉണ്ട്, അല്ലെങ്കിൽ വായു ഉണ്ട്. ഈ കാണുന്ന ചെങ്ങായിന്റെ പേരാണ് എയർ. എന്റെ പേരാണ് എന്ത്? എയർ. എയർ അല്ലെങ്കിൽ വായു ഉണ്ട്. ഇവിടെ അത്യാവശ്യം എയർ അല്ലെങ്കിൽ വായു ഉണ്ട്. എയർ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നു മലയാളത്തിൽ വായു. എയർ അല്ലെങ്കിൽ വായു ഉണ്ട്. ഇനി ബി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ബി എന്ന് പറയുന്ന സ്ഥലത്തും അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? എയർ ഉണ്ട്. എനെക്കാട്ടും കൂടുതലായിട്ട് എയറിനെ നമുക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും? ബിയിൽ കാണാൻ വേണ്ടി പറ്റും. ബിയിൽ എന്ത് ചെയ്യുന്നു? കുറച്ചധികം വായു അല്ലെങ്കിൽ എയർ ഉണ്ട്. വായു അല്ലെങ്കിൽ എയർ ഉണ്ട്. വായു അല്ലെങ്കിൽ എയർ ഉണ്ട്. എയർ ഉണ്ട്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. ഭൂമിയിലെ 2 സ്ഥലം, എ എന്ന് പറയുന്ന സ്ഥലം, ബി എന്ന് പറയുന്ന സ്ഥലം. എ എന്ന് പറയുന്ന സ്ഥലത്ത് അത്യാവശ്യം എയർ അല്ലെങ്കിൽ വായു ഉണ്ട്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന സ്ഥലത്തും വായു അല്ലെങ്കിൽ എയർ ഉണ്ട്. ഇതിൽ എവിടെയാ കൂടുതലായിട്ട് എയർ കാണപ്പെടുന്നത്? ബിയിലല്ലേ? അല്ലെ?
എനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, എയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എയർ ഉള്ളത് എവിടെയാണ്? ബിയിലാണ്. എയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം വായു ഉള്ളത് എവിടെയാണ്? ബിയിലാണ്. ഒരു സംശയവും വേണ്ട. അങ്ങനെ ബിയില് എനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, എയുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ബിയിൽ വായുവിന്റെ അല്ലെങ്കിൽ എയറിന്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട്, എയറിന്റെ അല്ലെങ്കിൽ വായുവിന്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് ബി എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നു ഹൈ പ്രഷർ റീജിയൻ. ബി എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നു ഹൈ പ്രഷർ റീജിയൻ, അല്ലെങ്കിൽ അതിനെ മലയാളത്തിൽ നമ്മൾ വിളിക്കും ഉച്ചമർദ്ദ മേഖല. ഉച്ചമർദ്ദ മേഖല നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഉച്ചമർദ്ദ മേഖല. നമ്മൾ വിളിക്കുന്ന പേരാണ് ഉച്ചമർദ്ദ മേഖല. ഒരു സംശയവും വേണ്ട. എനെ അപേക്ഷിച്ച് എയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിയില് എമൗണ്ട് ഓഫ് എയർ കൂടുതലായതുകൊണ്ട് ബിയെ നമ്മൾ വിളിക്കുന്നു ഹൈ പ്രഷർ റീജിയൻ അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖല. സെറ്റ് അല്ലേ മക്കളെ? എന്നാൽ അങ്ങനെയാണെങ്കിൽ എൻ എന്ത് പേരിലായിരിക്കും വിളിക്കാം? ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു പേര് വന്ന് കാണും അല്ലെ? നമ്മൾ പഠിച്ചതാണ്. എനെ നമ്മൾ വിളിക്കും, ബീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എയിൽ എയർ അല്ലെങ്കിൽ വായുവിന്റെ എമൗണ്ട് കുറവായത് കൊണ്ട് എ നമ്മൾ വിളിക്കുന്നു ലോ പ്രഷർ റീജിയൻ. എന്ത് പേരിലാണ് വിളിക്കുക? ലോ പ്രഷർ റീജിയൻ എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിളിക്കും, മലയാളത്തിൽ വിളിക്കുന്നു ന്യൂനമർദ്ദ മേഖല. ന്യൂനമർദ്ദ മേഖല നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂനമർദ്ദ മേഖല. ഒന്നുകൂടി, എ എന്ന് പറയുന്ന സ്ഥലത്തെ അപേക്ഷിച്ച് ബി എന്ന് പറയുന്ന സ്ഥലത്ത് എമൗണ്ട് ഓഫ് എയർ കൂടുതലായതുകൊണ്ട് ബിയെ നമ്മൾ വിളിക്കുന്നു ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ ഹൈ പ്രഷർ റീജിയൻ. എ എന്ന് പറയുന്ന സ്ഥലത്ത് വായുവിന്റെ എയറിന്റെ അളവ് എമൗണ്ട് കുറവായതുകൊണ്ട് നമ്മൾ എയെ വിളിക്കുന്നു ലോ പ്രഷർ റീജിയൻ അല്ലെങ്കിൽ ന്യൂനമർദ്ദ മേഖല. ഇനി വായുവിന് രണ്ട് തരത്തിലുള്ള ചലനങ്ങളുണ്ട്. അതായത് ഒരു കാര്യം പറയാനുണ്ട്. ഈ രണ്ട് തരത്തിലുള്ള ചലനങ്ങൾ, വായുവിന് രണ്ട് തരത്തിലുള്ള ചലനങ്ങളുണ്ട്. ആ ചലനം പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചിത്രത്തിലേക്ക് തിരിച്ചു വരാം. മക്കളെ, മാത്സില് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അത് ഇങ്ങനെ ഒരു വര, അത് അങ്ങനെ മേലേന്ന് താഴത്തുനിന്ന് ഇങ്ങനെ മേലോട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്ന വരയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വെർട്ടിക്കൽ ലൈൻ അല്ലേ? അപ്പൊ ഇത് നമ്മൾ വിളിക്കുന്നു വെർട്ടിക്കൽ മൂവ്മെന്റ്. ഇങ്ങനെ വായു താഴത്തുനിന്ന് മേലോട്ട് ഇങ്ങനെ കുത്തനെ പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നു വെർട്ടിക്കൽ മൂവ്മെന്റ്. നമ്മൾ അതിന്റെ മലയാളം ലംബ ചലനം എന്നാണ്. ലംബ ചലനം. എന്നാൽ വായു സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ, ഈ കാണുന്നത് പോലെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിനെ തിരശ്ചീനം എന്നാണ് വിളിക്കുക. തിരശ്ചീനമായിട്ടാണ് പോകുന്നെങ്കിൽ നമ്മൾ അതിനെ തിരശ്ചീന ചലനം എന്ന് വിളിക്കും. തിരശ്ചീന ചലനം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് എന്ന് വിളിക്കും. അപ്പൊ രണ്ട് തരത്തിലുള്ള ചലനങ്ങളാണ് വായുവിനുള്ളത്. ഒന്ന് വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ്, രണ്ട് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. ലംബ ചലനമാണ്, രണ്ടാമത്തത് തിരശ്ചീന ചലനമാണ്. ഇനി നമുക്ക് ചിത്രത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം എ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് മർദ്ദം കൂടിയ സ്ഥലമാണ്, മർദ്ദം കുറഞ്ഞ സ്ഥലമാണ്. എ എന്ന് പറയുന്നത് മർദ്ദം കുറഞ്ഞ സ്ഥലമാണ്, ലോ പ്രഷർ റീജിയൻ ആണ്, ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നു. ബി എന്ന് പറയുന്ന സ്ഥലത്താവട്ടെ ഹൈ പ്രഷർ റീജിയൻ ആണ് അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലയാണ്. അപ്പൊ നമുക്കറിയാം എവിടുന്ന് എങ്ങോട്ടായിരിക്കും എയർ സഞ്ചരിക്കുക. നമ്മൾ പഠിച്ചതാണ്. ഈ കാണുന്ന ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്, ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ഈ കാണുന്ന എയിലുള്ള ലോ പ്രഷർ റീജിയനിലേക്ക് മക്കളെ വിൻഡ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടും സഞ്ചരിക്കും. ഈ എയർ ഹൊറിസോണ്ടൽ ആയിട്ട് സഞ്ചരിക്കും. ഹൈ പ്രഷർ റീജിയൻ എന്ന്, ഈ കാണുന്ന ഹൈ പ്രഷർ റീജിയൻ എന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് നമ്മുടെ എയർ അല്ലെങ്കിൽ കാറ്റ്, എയർ അഥവാ കാറ്റ്, എയർ അല്ലെങ്കിൽ വായു എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. എപ്പോഴും ആലോചിച്ചോളാം, എയർ, വായു ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ് പോവുക. അപ്പൊ എയില് ലോ പ്രഷറും അതേപോലെ തന്നെ ബിയില് ഹൈ പ്രഷറും ആണുള്ളത്. അപ്പൊ ഹൈ പ്രഷർ ഉള്ള ബിയിൽ നിന്ന് ലോ പ്രഷർ ഉള്ള എ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എയർ അഥവാ വായു ഹൊറിസോണ്ടൽ ആയിട്ട് തിരശ്ചീനമായിട്ട് നീങ്ങും. ഓക്കെ, ഇങ്ങനെ തിരശ്ചീനമായി നീങ്ങുന്ന സമയത്ത്, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുന്നതിനെ നമ്മളൊരു ചെറിയ ഓമന പേരിട്ട് വിളിക്കും. അങ്ങനെ വായു അല്ലെങ്കിൽ എയർ ഹൊറിസോണ്ടൽ ആയിട്ട് തിരശ്ചീനമായിട്ട് ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിൻഡ് അഥവാ കാറ്റ്. സെറ്റാന്ന് വിശ്വസിക്കുന്നു. ബിയിൽ ഹൈ പ്രഷർ, എയിൽ ലോ പ്രഷർ. ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് ആര് പോകുന്നു? എയർ പോകുന്നു. എങ്ങനെയാ പോകുന്നത്? ഹൊറിസോണ്ടൽ ആയിട്ട്, തിരശ്ചീനമായിട്ടാ പോകുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെങ്കിൽ തിരശ്ചീനമായിട്ട് ബിയിൽ നിന്ന് എയിലേക്ക് വായു അഥവാ എയർ പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റ്. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് ജോഗ്രഫിയുടെ മറ്റൊരു ബേസിക് കോൺസെപ്റ്റിനെ കുറിച്ച് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ,
ഇനി വരയ്ക്കാൻ പോകുന്നത് ഇത് ഏതോ ഒരു ടൗൺ ആണ്, ഒരു അങ്ങാടിയാണ്, ഏതോ ഒരു അങ്ങാടിയാണ്, ഏതോ ഒരു അങ്ങാടി. ആ അങ്ങാടിയില് ഇതാ ഒരു ബസ് ഉണ്ട്. ആരുണ്ട്? ഒരു ബസ്. ഇത് അങ്ങാടിയിലെ റോഡിന്റെ മുകളിൽ കൂടി ആര് പോകുന്നുണ്ട്? ഒരു ബസ് പോകുന്നുണ്ട്. ഒരു ബസ്. നിങ്ങൾ ഇതൊരു ബസ്സായിട്ട് കണക്കാക്കിയാൽ മതി. ഓക്കെ, ഒരു ബസ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ബസ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തതായിട്ട് അങ്ങാടിയിൽ റോഡ് സൈഡിൽ ടൗണിൽ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ടൗൺസിൽ നമുക്ക് റോഡ് സൈഡിൽ ഇതേപോലെയുള്ള മരങ്ങളെ കാണാം അല്ലെ? മരങ്ങളെ കാണാം. മരം ഇതൊരു മരമാണ്. മരമുണ്ട്. ഇനി നിങ്ങളെ പോലെയുള്ള ഒരു 2-3 പേര് എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. സ്കൂൾ വിട്ടിട്ട് എവിടേക്ക് പോവാണ്? വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മക്കളെ പെട്ടെന്ന് ഒരു ചെങ്ങായി വരുന്നത്. ഒരു ചെങ്ങായി ഇത് അങ്ങനെ വരികയാണ്. ഒരു ചങ്ങാതി വരുന്നു. ഓക്കെ, ചെങ്ങാതിന്റെ പേരാണ് വിൻഡ്. വരികയാണ്. വിൻഡ് വരികയാണ്. വിൻഡ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഇങ്ങനെ വരുന്നു. മക്കളെ, വരുന്ന വിൻഡ് ആദ്യം ബസ്സിനെയാണ് തട്ടുന്നത്. ബസ്സിനെ തട്ടി. നിങ്ങൾ പറയുന്നത് സംഭവിക്കുക? വിൻഡിന്റെ സ്പീഡ് കൂടുകയോ കുറയോ? സ്വാഭാവികമായിട്ടും നല്ല സ്പീഡിൽ വരുന്ന ഒരു വിൻഡ് ബസ്സിനെ തട്ടുന്ന സമയത്ത് വിൻഡിന്റെ സ്പീഡ് ഒന്ന് കുറയും. അങ്ങനെ കാറ്റ് അല്ലെങ്കിൽ വിൻഡ് വീണ്ടും ബസ്സിനെ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. അടുത്തായി തട്ടുന്ന മരത്തിനെയാണ്. വിൻഡ് നേരെ ആരെ തട്ടി? മരത്തിനെ തട്ടിയ സമയത്ത് വീണ്ടും വിൻഡിന്റെ അല്ലെങ്കിൽ കാറ്റിന്റെ സ്പീഡ് കുറഞ്ഞു. പിന്നെ മരവും കഴിഞ്ഞ് വിൻഡ് മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള 2-3 ആൾക്കാരെ ദേഹത്ത് മേലിങ്ങനെ തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? വിൻഡിന്റെ സ്പീഡ് പിന്നെയും കുറഞ്ഞു. അങ്ങനെ വിൻഡിന്റെ സ്പീഡ് കുറയാൻ കാരണമായിട്ടുള്ള ഈ ഫാക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നു ഘർഷണം. മലയാളത്തിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഘർഷണം. അപ്പൊ വിൻഡ് ഇങ്ങനെ വരുന്നു. ആദ്യം ബസ്സിനെ തട്ടുന്നു, പിന്നെ മരത്തിനെ തട്ടുന്നു, പിന്നെ നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികളെ തട്ടുന്നു. അങ്ങനെ തട്ടുന്നതോടുകൂടി വിൻഡിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? ഗ്രാജുവലി ഇങ്ങനെ ഡിക്രീസ് ആയി കുറഞ്ഞു വരുന്നു. അങ്ങനെ കുറഞ്ഞു വരാൻ കാരണമായിട്ടുള്ള ഈ ഫാക്ടേഴ്സിനെ നമുക്ക് ചേർത്ത് വിളിക്കാം ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം. അപ്പം എന്താണ് കാറ്റ് എന്ന് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. വിൻഡ് എന്നുള്ളത് ഹൈ പ്രഷർ റീജിയൻ, അതായത് വായു അല്ലെങ്കിൽ എയർ കൂടിയ ഹൈ പ്രഷർ ലോ പ്രഷറിലേക്കുള്ള ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെ, തിരശ്ചീനമായ ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിൻഡ്. അതേപോലെ തന്നെ ഈ കാണുന്നതാണ് ഫ്രിക്ഷൻ അഥവാ ഘർഷണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് വേരിയബിൾ വിൻഡ്സിന്റെ 2 എക്സാമ്പിളിലെ ഒന്നാമത്തെ എക്സാമ്പിൾ ആയിട്ടുള്ള സൈക്ലോണിലേക്കാണ്. സൈക്ലോൺ എന്താണ്? സൈക്ലോൺ എന്ന് പഠിക്കാൻ മക്കൾ ഈ ചിത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ ചിത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. മക്കളെ, ഈ ചിത്രം ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ ഉള്ളില് ലോ പ്രഷർ L എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സർക്കിളിന്റെ ഉള്ളില് ലോ പ്രഷർ. ഇനി ഈ സർക്കിളിന്റെ ഈ വൃത്തത്തിന്റെ ചുറ്റും ഹൈ പ്രഷർ ആണ്. എന്ത് പ്രഷറാണ്? ഹൈ പ്രഷർ. അപ്പൊ ഉള്ളിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കിളിന്റെ വൃത്തത്തിന്റെ ഉള്ളിൽ ന്യൂനമർദ്ദമാണ്. ഈ സർക്കിളിന്റെ വൃത്തത്തിന്റെ ചുറ്റും എന്ന് പറയുന്നത് ഉച്ചമർദ്ദമാണ്. ഉച്ചമർദ്ദം എന്താണ് മക്കളെ? ഉച്ചമർദ്ദമാണ്. നിങ്ങൾ ഇപ്പം പഠിച്ചിട്ടേ ഉള്ളൂ. വിൻഡ് എവിടെ നിന്ന് എങ്ങോട്ടാ പോവാ? ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്ക്, ഉച്ചമർദ്ദത്തിന് ന്യൂനമർദ്ദത്തിലേക്ക്. സ്വാഭാവികമായിട്ടും ഇവിടെ വിൻഡ് എങ്ങനെയാ സംഭവിക്കുക? പുറത്തുനിന്ന് ഉള്ളിലോട്ട് വരും. കറക്റ്റ് അങ്ങനെ തന്നെ സംഭവിക്കുക. അങ്ങനെ വിൻഡ് വരികയാണ്. വിൻഡ് പുറത്തുനിന്ന് ഉള്ളിലോട്ട് വരികയാണ്. പുറത്തുനിന്ന് ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്ക് വരികയാണ്. ഹൈ പ്രഷർ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് വരുന്ന ഇതേപോലെ വേൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ചുഴറ്റിയിട്ടാണ് കാറ്റ് ഇങ്ങനെ ചുഴറ്റി വീശുന്നു. ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ഉള്ളിലോട്ട് എന്ത് ചെയ്യുന്നു? കാറ്റ് ഇതേപോലെ ചുഴറ്റി വീശുന്നു. നിങ്ങൾക്ക് കാണാം ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്ക് വിൻഡ് ഇങ്ങനെ ചുഴറ്റി വേളായിട്ട് വരികയാണ്. ഇങ്ങനെ വേളായിട്ട് വരുന്ന കാറ്റ് ചുഴറ്റി വരുന്ന ഈ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലോൺ. ഒരു സംശയവും വേണ്ട, ഈ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലോൺ. എന്താണ് സൈക്ലോൺ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ചക്രവാതം എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ, ഉള്ളിൽ ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ടാവും, ചുറ്റുമുള്ള ഹൈ പ്രഷർ റീജിയൻ ഉണ്ടാവും. അപ്പൊ ചുറ്റുമുള്ള ഹൈ പ്രഷർ റീജിയന് ഉള്ളിലുള്ള ലോ പ്രഷർ റീജിയനിലേക്ക് വേൾ വിൻഡ്സ് വരിക അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾ വരിക. ഈ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? സൈക്ലോൺസ് അല്ലെങ്കിൽ ചക്രവാതം. സെറ്റാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തത് ഇങ്ങനെയാണ്. അതായത് cyclones are low pressure system. Cyclones are low pressure system towards which winds whirl from the surroundings. അതായത് ലോ പ്രഷർ സിസ്റ്റത്തിലേക്ക്, ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ചുറ്റുമുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് കാറ്റുകൾ ചുഴറ്റി വീശുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലോൺസ്. ഇതാണ് സൈക്ലോൺസ്. ഒരു സംശയവും വേണ്ട, ഇതാണ് സൈക്ലോൺസ്. സെറ്റ് അല്ലേ?
ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് സൈക്ലോണിന്റെ ഡയറക്ഷൻ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സൈക്ലോണിന്റെ ഡയറക്ഷൻ. ഈ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാട്ടോ സൈക്ലോൺ. അതായത് ചുറ്റുമുള്ള ഉച്ചമർദ്ദത്തിൽ നിന്ന് നടുവിലുള്ള ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റിങ്ങനെ ചുഴറ്റി ചുഴറ്റി വീശുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലോൺ. ഒരു സംശയവും വേണ്ട. ഇനി നമ്മൾ അടുത്തതായിട്ട് സൈക്ലോണിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഡയറക്ഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് മക്കൾ ഒരു കാര്യം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഈ പറയുന്ന കാര്യമാണ്. നമ്മളൊക്കെ വീട്ടിൽ ക്ലോക്ക് ഉണ്ട് ഇല്ലേ? ക്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് മിക്കവാറും ക്ലോക്കുകളൊക്കെ ഉണ്ടാകുക, റൗണ്ട് ഷേപ്പ്. ഓക്കെ, ഈ ക്ലോക്കില് 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണും. എന്നിട്ടോ ക്ലോക്കിൽ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയൊക്കെ സഞ്ചരിക്കുക? 1 ഇങ്ങനെ 2ലോട്ട്, 2 3ലോട്ട്, 3 4ലോട്ട്, 5ലോട്ട്, 6ലോട്ട്, 7ലോട്ട്, 8ലോട്ട്, 9ലോട്ട്, 10ലോട്ട്, 11ലോട്ട്, 12ലോട്ട്. ഇങ്ങനെ ക്ലോക്ക് സഞ്ചരിക്കുക എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെയല്ല സഞ്ചരിക്കുക. അങ്ങനെ ക്ലോക്ക് പോകുന്ന അതേ ദിശയിൽ അതേ ഡയറക്ഷനിലാണ്, അതേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ്. ഈ ക്ലോക്കിന്റെ മലയാളമാണ് ഘടികാരം. എന്ത് പേരിലാണ് വിളിക്കാം? ഘടികാരം. അപ്പൊ ഘടികാരം പോകുന്ന അതേ ദിശക്ക് ഘടികാരം പോകുന്നത് പോലെ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിന് എന്ത് പേരിൽ വിളിക്കും? അങ്ങനെയാണെങ്കിൽ ഘടികാര ദിശ എന്ന് വിളിക്കും. നമ്മൾ വിളിക്കുന്ന പേരാണ് ഘടികാര ദിശ. എന്നാൽ ക്ലോക്ക് പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ക്ലോക്ക് പോകുന്നതിന്റെ ഘടികാര ദിശ എന്നാണ് വിളിക്കുക. ഘടികാര ദിശ എന്ന് വിളിക്കും. എന്നാൽ ക്ലോക്ക് പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സഞ്ചരിക്കുന്നത് നോക്കുക. അതായത് ക്ലോക്ക് 1 2 3 4 5 6 അങ്ങനെ 12ലേക്കാണ് പോവുക. എന്നാൽ ക്ലോക്ക് പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ലൈക്ക് 12 11 10 9 8 7 6 5 4 3 2 1 ഇങ്ങനെയാണ് ഒരു കാര്യം പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ്. കാരണം ക്ലോക്ക് പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ്. സെറ്റാണ് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ മലയാളമാണ് മക്കളെ, ആന്റി ക്ലോക്ക് വൈസിന്റെ മലയാളമാണ് എതിർ ഘടികാര ദിശ. എതിർ ഘടികാര ദിശ. ഓക്കെ, അപ്പൊ ക്ലോക്ക് സഞ്ചരിക്കുന്ന രീതിയിൽ ക്ലോക്ക് സാധാരണ പോലെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഘടികാര ദിശ എന്ന് വിളിക്കും. എന്നാൽ ക്ലോക്ക് സഞ്ചരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒരു കാര്യം സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എതിർ ഘടികാര ദിശ. ഇതെല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സൈക്ലോൺസിന്റെ ഡയറക്ഷനിലേക്ക് തിരിച്ചു വരാം. സൈക്ലോൺസിന് നമുക്ക് അറിയാം എർത്തിന് 2 ഹെമിസ്ഫിയർ ഉണ്ട്. എർത്തിന്റെ ഇക്വേറ്ററിന്റെ നോർത്ത് സൈഡിൽ കിടക്കുന്ന നോർത്തേൺ ഹെമിസ്ഫിയറും എർത്തിന്റെ ഇക്വേറ്ററിന്റെ സൗത്ത് സൈഡിൽ കിടക്കുന്ന സദേൺ ഹെമിസ്ഫിയറും 2 ഹെമിസ്ഫിയർ ആണുള്ളത്. അതില് നോർത്തേൺ ഹെമിസ്ഫിയർ ഇതാ നിങ്ങൾ നോക്കിക്കേ, സൈക്ലോൺ കാണാം. ഉള്ളില് ലോ പ്രഷർ, ചുറ്റും ഹൈ പ്രഷർ. ഉള്ളില് ലോ പ്രഷർ, ചുറ്റും ഹൈ പ്രഷർ. ഇതാ കാണാം, ഉള്ളില് ലോ പ്രഷർ, ചുറ്റും ഹൈ പ്രഷർ. എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും വിൻഡ് വരിക? നമ്മൾ പഠിച്ചതാണ് സൈക്ലോണിൽ വിൻഡ് വരുന്നത് ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ്. ഓൾറെഡി നമ്മൾ വിൻഡിനെ കുറിച്ച് പഠിച്ചു. വിൻഡ് എപ്പോഴും സംഭവിക്കുക എയറിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക ഹൈന്ന് ലോയിലേക്കാണ്. അപ്പൊ ഹൈന്ന് ലോയിലേക്ക് എയർ മൂവ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റിനെ ഒരു നിക് നെയിം ഇട്ട് വിളിക്കും. എന്ത് പേരിൽ വിളിക്കും? വിൻഡ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ സൈക്ലോൺസിൽ നിങ്ങൾ കണ്ടില്ലേ, സൈക്ലോൺസിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്ക് വിൻഡ് വരുന്നത് ഇങ്ങനെയല്ലേ? അല്ലേ? അല്ലേ? ഇത് ഏത് വൈസാ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഘടികാര ദിശയാണോ എതിർ ഘടികാര ദിശയാണോ? ഒറ്റ ഉത്തരം, ഇത് ക്ലോക്ക് സഞ്ചരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈക്ലോൺസ് മക്കളെ എപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയറിലെ എതിർ ഘടികാര ദിശയിലായിരിക്കും. എതിർ ഘടികാര ദിശ. എതിർ ഘടികാര ദിശയുടെ ഇംഗ്ലീഷ് ആണ് ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എതിർ ഘടികാര ദിശയിലായിരിക്കും. എന്നാൽ ഭൂമിയുടെ മറ്റൊരു ഹെമിസ്ഫിയർ ആണ്, എർത്തിന്റെ മറ്റൊരു ഹെമിസ്ഫിയർ ആണ് സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയർ നമ്മൾ വിളിക്കുന്നു ദക്ഷിണാർദ്ധ ഗോളം. ദക്ഷിണാർദ്ധ ഗോളം. നോർത്തേൺ ഹെമിസ്ഫിയർ ഉത്തരാർദ്ധ ഗോളമാണ് മക്കളെ, ഉത്തരാർദ്ധ ഗോളം. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എതിർ ഘടികാര ദിശ. എന്നാൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിങ്ങൾ നോക്കിക്കേ, ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, കണ്ടില്ലേ? ഇതാ ക്ലോക്ക് പോകുന്ന അതേ ദിശയിൽ, ഘടികാരം പോകുന്ന അതേ ദിശയിലല്ലേ ഈ കാറ്റ് സഞ്ചരിക്കുന്നത്? അല്ലെ? ഘടികാരം പോകുന്ന അതേ ദിശയിലാണ് ഈ കാറ്റ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണാർദ്ധ ഗോളം അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഈ കാറ്റുകൾ സൈക്ലോൺസ് അല്ലെങ്കിൽ ചക്രവാതങ്ങൾ, സൈക്ലോൺസ് അല്ലെങ്കിൽ
ചക്രവാതങ്ങൾ സഞ്ചരിക്കുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. മക്കൾ ഓർത്ത് വെച്ചോളാം, സഞ്ചരിക്കുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഘടികാര ദിശയിലാണ്. ഘടികാര ദിശയിലാണ്. അപ്പോ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ സഞ്ചരിക്കുന്നത് എതിർ ഘടികാര ദിശ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിലും, സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ പറയുന്ന സൈക്ലോൺ സഞ്ചരിക്കുന്നത് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഘടികാര ദിശയിലുമാണ്. തെറ്റാന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഘടികാരം, എന്താണ് എതിർ ഘടികാരം എന്ന് ഇനി ആരും ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ക്ലോക്ക് സഞ്ചരിക്കുന്ന ദിശ ക്ലോക്ക് വൈസ്, ക്ലോക്ക് സഞ്ചരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ദിശ ആന്റി ക്ലോക്ക് വൈസ്, ഘടികാരം സഞ്ചരിക്കുന്നത് ഘടികാര ദിശ, ഘടികാരം സഞ്ചരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എതിർ ഘടികാര ദിശ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളിപ്പോ സൈക്ലോൺസിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തില് നമ്മളിതാ ഇവിടെ വരയ്ക്കുന്നതാ ഈ ചെങ്ങായിന്റെ പേരാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. അതായത് ആക്ച്വലി നമ്മൾ സൈക്ലോൺസിനെ ഇനി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോകും. സൈക്ലോൺസ് എന്താ നമ്മൾ പഠിച്ചു, സൈക്ലോൺസിന്റെ ഡയറക്ഷനെ കുറിച്ച് പഠിച്ചു. ഇനി സൈക്ലോൺസിന്റെ എത്ര ടൈപ്പ് ഉണ്ട്, രണ്ട് ടൈപ്പ് സൈക്ലോൺസ് ഉണ്ട്. ആ രണ്ട് ടൈപ്പാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചെങ്ങായിന്റെ പേരാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ. ട്രോപ്പിക്കൽ സൈക്ലോൺ മക്കളെ, ഇതിന്റെ മലയാളം എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ ചക്രവാതം. ഓർത്തു വെച്ചോളാം, ഉഷ്ണമേഖലാ ചക്രവാതം എന്നാണ് ഈ ചെങ്ങായിനെ വിളിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഉഷ്ണമേഖലാ ചക്രവാതം അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ടൈപ്പ് സൈക്ലോണുകളെ കുറിച്ചാണ്. ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലോൺ, ഒന്നാമത്തെ ചെങ്ങായിനെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചെങ്ങായിന്റെ പേരാണ് ഇതാ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും, നല്ല വലിപ്പമുള്ള സൈക്ലോൺ ആണ്. ഈ ചെങ്ങായിന്റെ പേരാണ് ടെമ്പറേറ്റ് സൈക്ലോൺ. ടെമ്പറേറ്റ് സൈക്ലോൺ. ടെമ്പറേറ്റ് സൈക്ലോണിന്റെ മലയാളമാണ് മിതോഷ്ണ മേഖലാ ചക്രവാതം. മിതോഷ്ണ മേഖലാ ചക്രവാതം. മിതോഷ്ണ മേഖലാ ചക്രവാതം. മിതോഷ്ണ മേഖലാ ചക്രവാതം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പഠിക്കുന്നത് ചക്രവാതങ്ങളെ കുറിച്ചാണ്. ചക്രവാതത്തിനെ നമ്മൾ ദിശ പഠിച്ചു. ഇനി ചക്രവാതത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്നാമത്തെ ചെങ്ങായിന്റെ പേരാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ, രണ്ടാമത്തെ ചെങ്ങായിന്റെ പേരാണ് ടെമ്പറേറ്റ് സൈക്ലോൺ. നിങ്ങൾ കണ്ടില്ലേ, ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ എവിടാ ഫോം ചെയ്തത്? ഒരു ഓഷ്യന്റെ മുകളിലല്ലേ. ഈ ഓഷ്യനെ നമുക്ക് കുറച്ചുകൂടി നന്നാക്കിയിട്ട് വിളിക്കാം ട്രോപ്പിക്കൽ ഓഷ്യൻ. ട്രോപ്പിക്കൽ ഓഷ്യൻ എന്ത് പേരിൽ വിളിക്കാം? ട്രോപ്പിക്കൽ ഓഷ്യൻ എന്ന് വിളിക്കാം. അപ്പൊ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഫോം ചെയ്യുന്നത് ട്രോപ്പിക്കൽ ഓഷ്യന്റെ മുകളിലാണ്. മലയാളത്തിൽ നമ്മൾ അതിനെ വിളിക്കുന്നു ഉഷ്ണമേഖല. ഉഷ്ണമേഖല. ഉഷ്ണമേഖല സമുദ്രം അല്ലെങ്കിൽ ഉഷ്ണമേഖല സമുദ്രം. നമ്മൾ വിളിക്കുന്ന പേരാണ് ഉഷ്ണമേഖല സമുദ്രം. നമ്മൾ വിളിക്കുന്ന പേരാണ് ഉഷ്ണമേഖല സമുദ്രം. അപ്പൊ ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതം എപ്പോഴും രൂപം കൊള്ളുന്നത് ട്രോപ്പിക്കൽ ഓഷ്യന്റെ മുകളിൽ അല്ലെങ്കിൽ ഉഷ്ണമേഖല സമുദ്രങ്ങൾക്ക് മുകളിലാണ്. സെറ്റാന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചങ്ങായി കാണാൻ ചെറുതാണെങ്കിലും നമുക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കി വെക്കുന്ന ഒരാളാണ് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ. അതുകൊണ്ട് ഇവനെ വിളിക്കുന്നു മോർ ഡിവാസ്റ്റേറ്റീവ്. മോർ ഡിവാസ്റ്റേറ്റീവ് എന്നാണ് വിളിക്കുക. മോർ ഡിവാസ്റ്റേറ്റീവ്, മാരകമായ നാശനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടം വ്യാപകമായി ഉണ്ടാകുന്ന വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്ന ചെങ്ങായിന്റെ പേരാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ. ടെമ്പറേച്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കട്ടോ, അത് നമ്മൾ ട്രോപ്പിക്കലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് ഇത് രൂപം കൊള്ളുന്നത് ട്രോപ്പിക്കൽ ഓഷ്യൻസിന്റെ മുകളിലാണ്. അല്ലെങ്കിൽ ഉഷ്ണമേഖലാ ചക്രവാതം രൂപം കൊള്ളുന്നത് ഉഷ്ണമേഖലാ സമുദ്രങ്ങൾക്ക് മുകളിലാണ്. ഇവന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മോർ ഡിവാസ്റ്റേറ്റീവ്, നാശനഷ്ടം വ്യാപകമായിട്ട് അല്ലെങ്കിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കുന്ന കാറ്റുകളാണ് അല്ലെങ്കിൽ ചക്രവാതങ്ങളാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ ചക്രവാതം. സെറ്റാന്ന് വിശ്വസിക്കുന്നു. ഇനി ജോഗ്രഫിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡയറക്ഷൻ. മക്കൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും എന്താ അവിടെ ശ്രദ്ധിച്ചോളാം, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് നോർത്തിന്റെയും വെസ്റ്റിന്റെ ഇടയിലുള്ള ഈ ഒരു ഡയറക്ഷൻ കാണാം. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. എന്ന് പേരിലാണ് വിളിക്കുക, നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഈ കാണുന്ന ട്രോപ്പിക്കൽ സൈക്ലോണ് ഈ കാണുന്ന ട്രോപ്പിക്കൽ ഓഷ്യന്റെ മുകളിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെങ്ങായി ഈ പറയുന്ന നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ശ്രദ്ധിച്ചോ, ഇതാ ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെങ്ങായി പിന്നെ മെല്ലെ എന്ത് ചെയ്യുന്നതാ മക്കളെ കണ്ടോൾ. ഇത് അങ്ങനെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ, ഇതാണ് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്ത് മക്കളെ കുറച്ച് മുന്നോട്ട് പോയി അവസാനം ലാൻഡിൽ ടച്ച് ചെയ്യും, ലാൻഡിൽ ഹിറ്റ് ചെയ്യും. ഓക്കെ, ലാൻഡിൽ ഹിറ്റ് ചെയ്യും, ലാൻഡിൽ തൊടും, കര തൊടും.
ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ ട്രോപ്പിക്കൽ ഓഷ്യന്റെ മുകളിലാണ് ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. മക്കളെ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. നേരത്തെ നമ്മൾ കാറ്റിനെ കുറിച്ച് വിൻഡിനെ കുറിച്ച് പറഞ്ഞ ചിത്രം ചെയ്യാൻ നിങ്ങൾ വരച്ചു പഠിക്കണം. ഒരു സ്ഥലത്ത് കൂടുതൽ ഒരു സ്ഥലത്ത് കുറവ് അങ്ങനെ തന്നെ വരച്ചു പഠിക്കണം. അങ്ങനെ തന്നെ വരച്ചു പഠിക്കണം. ഓക്കെ, ഇനിതാ ഈ കാണുന്ന ചിത്രവും നിങ്ങൾ അടുത്തൊരു പേപ്പറും പെന്നും പെൻസിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വരച്ചു തുടങ്ങിക്കൂടാ. ഇനി ക്ലാസ് ഒന്ന് റീപ്ലേ ചെയ്ത് കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ചിത്രവും വരയ്ക്കാം. ഇനി ട്രോപ്പിക്കൽ സൈക്ലോൺ ഇതാ കര തൊട്ടു, ലാൻഡ് ഹിറ്റ് ചെയ്തു. ലാൻഡ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കരയിൽ അതിശക്തമായ കാറ്റ്. മക്കളെ ശ്രദ്ധിച്ചൂടാ, ഈ കാണുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺ കര തൊട്ട് കഴിഞ്ഞാൽ ശക്തമായ കാറ്റ്. ഇതാ കര തൊട്ടിട്ടുണ്ട് കേട്ടോ. കര തൊട്ടു, കര തൊട്ടു, കര തൊട്ടു. ശക്തമായ കാറ്റ്. ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ശക്തമായ കാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ മക്കളെ വേൾവിൻസ്, 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 വേൾവിൻസ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് എന്നൊക്കെ വിളിക്കാം. ശക്തമായ കാറ്റ്. ഈ കാണുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺ ഇങ്ങനെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറ്. ഓക്കെ, മലയാളത്തിൽ ഇതിനെ നമ്മൾ വടക്കു പടിഞ്ഞാറ് എന്നാണ് വിളിക്കുക. വടക്കു പടിഞ്ഞാറ്. ഈ വടക്കു പടിഞ്ഞാറ് ഡയറക്ഷനിൽ വടക്കു പടിഞ്ഞാറ് ദിശയിൽ മക്കളെ മുന്നോട്ട് പോയി കര തൊട്ട് കഴിഞ്ഞാൽ കരയിൽ അതിശക്തമായ കാറ്റ്, അതിശക്തമായിട്ടുള്ള വേൾവിൻസ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് വരുന്നു. അത് മാത്രമല്ല ശക്തമായ മഴ, ശക്തമായ മഴ, റെയിൻ, റെയിൻ, ഹെവി റെയിൻഫാൾ. വെറും റെയിൻ അല്ല, ഹെവി റെയിൻഫാൾ, ഹെവി റെയിൻഫാൾ, ശക്തമായ മഴ, ശക്തമായ മഴ. അപ്പോ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഫോം ചെയ്യുന്നത് ട്രോപ്പിക്കൽ ഓഷ്യന്റെ മുകളിലാണ്. ഈ ചങ്ങായി ഫോം ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് കര തൊടുന്നു. കര തൊട്ട് കഴിഞ്ഞാൽ കരയിൽ അതിശക്തമായ കാറ്റ്, അതിശക്തമായ മഴ. സെറ്റാന്ന് വിശ്വസിക്കുന്നു. മക്കളെ ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചേ. ഈ കാറ്റ് ഇപ്പൊ കടലിൽ കൂടിയാണ് വരുന്നത് അല്ലെ, ഓഷ്യനിലൂടെ, സമുദ്രത്തിലൂടെയാണ് വരുന്നത്. സമുദ്രത്തിൽ മരങ്ങളുണ്ടോ? സമുദ്രത്തിൽ ബിൽഡിംഗ് ഉണ്ടോ? നമ്മൾ നേരത്തെ കണ്ടതുപോലെ സമുദ്രത്തിൽ ബസ്സുകൾ ഉണ്ടോ? ഇല്ല. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരുണ്ടോ? ഇല്ല, ആരുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കാറ്റിന് വളരെ എളുപ്പത്തിൽ വേഗതയിൽ സമുദ്രത്തിലൂടെ ഓഷ്യനിലൂടെ വന്നിട്ട് നമ്മളെ ലാൻഡ് ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സംശയവും വേണ്ട, നല്ല സ്പീഡിൽ വന്ന് ടച്ച് ചെയ്യാം. എന്നാൽ ലാൻഡിൽ ഈ പറയുന്ന വിൻഡ് അല്ലെങ്കിൽ കാറ്റ് വന്ന് കരയിൽ വന്ന് ഈ കാറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓന് നേരത്തെ വന്ന സ്പീഡിൽ ഇനി മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം കരയിൽ എന്തൊക്കെ ഉണ്ട്? ബിൽഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ മൗണ്ടെയിൻസ് ഉണ്ട്, വലിയ വലിയ മലനിരകളുണ്ട്, ബസ്സുകളുണ്ട്, നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരുണ്ട്. അങ്ങനെ പല സാധനങ്ങളും എവിടെയുണ്ട്? കരയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാറ്റിന് കരയിലൂടെ മൂവ് ചെയ്യാൻ പറ്റൂല. കാറ്റ് മക്കളെ ഈ കരയിൽ അവസാനിക്കും. ലാൻഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ലാൻഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം മൂലം, ഘർഷണം മൂലം, ഘർഷണം മൂലം കാറ്റിന്റെ ശക്തി കുറയും, ശക്തി കുറയും. ഈ വരുന്ന ചക്രവാതത്തിന്റെ ശക്തി കുറയുകയും അത് അവസാനിക്കുകയും ചെയ്യും. അവസാനിക്കും. അതിന്റെ എൻഡ് അതെന്ത് ചെയ്യും? ഇവിടെ വെച്ച് അവസാനിക്കും. സൈക്ലോൺ കര തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവസാനിക്കും. ട്രോപ്പിക്കൽ സൈക്ലോൺ കര തൊട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉഷ്ണമേഖല ചക്രവാതങ്ങൾ കര തൊടുന്നതോടുകൂടി അവസാനിക്കുന്നു. അതോടുകൂടി അതിന്റെ കാര്യം തീരുമാനമായി. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാണ്. ഫോം ചെയ്യുന്നത്, രൂപീകരിക്കപ്പെടുന്നത് ട്രോപ്പിക്കൽ ഓഷ്യന്റെ മുകളിൽ അല്ലെങ്കിൽ ഉഷ്ണമേഖല സമുദ്രങ്ങൾക്ക് മുകളിലാണ്. രൂപീകരിച്ചു കഴിഞ്ഞാൽ വടക്കു പടിഞ്ഞാറ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ദിശയിൽ മൂവ് ചെയ്ത് സഞ്ചരിച്ച് ഈ പറയുന്ന കാറ്റ് കര തൊടുന്നു. കരയിൽ ആ സമയത്ത് അതിശക്തമായ മഴയും അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകും. കര തൊട്ട് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം കാരണത്താൽ ഈ ചങ്ങായിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇനി ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ നമ്മൾ സൈക്ലോൺ എന്ന് വിളിക്കുന്നത്, സൈക്ലോൺ എന്ന് വിളിക്കുന്നത് ഈ കാണുന്ന ഇന്ത്യൻ ഓഷ്യനിലാണ്. ദാ ഈ കാണുന്ന ഓഷ്യൻ, നിങ്ങൾ ഈ കാണുന്ന ഓഷ്യൻ ഇല്ലേ, ഈ ഓഷ്യന്റെ പേരാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ മലയാളത്തിൽ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് വിളിക്കും. ഇന്ത്യൻ മഹാസമുദ്രം എന്ന് വിളിക്കും. ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഈ കാണുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ സൈക്ലോൺസിനെ സൈക്ലോൺ എന്ന് വിളിക്കുന്നത്, നോട്ട് ദ പോയിന്റ്, സൈക്ലോൺ എന്ന് വിളിക്കുന്നത് ഇന്ത്യൻ ഓഷ്യനിലാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഒരു സംശയവും വേണ്ട. എന്നാൽ ഈ പറയുന്ന സൈക്ലോൺസിനെ അറ്റ്ലാന്റിക്കിൽ വിളിക്കുന്ന പേരാണ്, അറ്റ്ലാന്റിക്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹരിക്കെയിൻ. ഹരിക്കെയിൻ. നമ്മുടെ ഒരു ഇംഗ്ലീഷ് പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിൽ, ഹാരിക്കെയിൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോ ഈ അറ്റ്ലാന്റിക്കിൽ ഈ സൈക്ലോണിനെ വിളിക്കുന്ന പേരാണ് ഹരിക്കെയിൻ. നമ്മൾ ഇന്ത്യൻ ഓഷ്യനിൽ മാത്രമാണ് ഈ പറയുന്ന ചക്രവാതത്തെ, ഈ പറയുന്ന ചുഴലിക്കാറ്റിനെ ചക്രവാതം അല്ലെങ്കിൽ സൈക്ലോൺ എന്ന് വിളിക്കുക. അറ്റ്ലാന്റിക്കിൽ എത്തിയാൽ അത് ഹാരിക്കെയിൻ എന്നായി. മക്കളെ സൗത്ത് വെസ്റ്റ് ചൈനയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പേര് ടൈഫൂൺ എന്നായി. ടൈഫൂൺ, ടൈഫൂൺ. ഇനി ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പേര് വില്ലീസ് എന്നായി. ഇനി നമ്മൾ അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA യിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കളെ അതിന്റെ പേര് ടൊർനാഡോ എന്നായി. ടൊർനാഡോ.
അപ്പൊ ഈ പറയുന്ന സൈക്ലോൺസിനെ ഇന്ത്യൻ ഓഷ്യനിൽ മാത്രമാണ് സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. അത് അറ്റ്ലാന്റിക്കിൽ എത്തിയാൽ ഹാരിക്കെയിൻ ആയി, സൗത്ത് വെസ്റ്റ് ചൈനയിൽ ടൈഫൂൺ ആയി, നമ്മുടെ ഓസ്ട്രേലിയയിൽ വില്ലീസ് ആയി, USA എത്തിക്കഴിഞ്ഞാൽ അത് ടൊർണാഡോ ആയി. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ചെങ്ങായിന്റെ പേരാണ് ടെമ്പറേറ്റ് സൈക്ലോൺ. ടെമ്പറേറ്റ് സൈക്ലോൺ ആദ്യം എങ്ങനെയാണ് ടെമ്പറേറ്റ് സൈക്ലോൺസ് ഫോം ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് ടെമ്പറേറ്റ് സൈക്ലോൺസ് ഉണ്ടാകുന്നത് നോക്കാം ആദ്യം. മക്കളെ, ഈ കാണുന്ന ചെങ്ങായിന്റെ പേരാണ് വാം എയർ. മക്കളെ മറന്നു പോകരുത്, ഈ പറയുന്ന ചെങ്ങായിന്റെ പേരാണ് വാം എയർ. വാം എയർ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നു വാം എയർ. വാം എയർ അല്ലെങ്കിൽ നമ്മൾ ഈ ചെങ്ങായിനെ വിളിക്കുന്ന പേരാണ് ഉഷ്ണവായു. ഉഷ്ണവായു ഈ ചെങ്ങായിന്റെ പേരാണ് വാം എയർ അല്ലെങ്കിൽ ഉഷ്ണവായു. ഇനി അടുത്തതായിട്ട് ഈ കാണുന്ന എയറിന്റെ പേരാണ് കോൾഡ് എയർ. കോൾഡ് എയർ മക്കളെ ശ്രദ്ധിക്കുക, ഈ കാണുന്ന എയറിന്റെ പേരാണ് കോൾഡ് എയർ. കോൾഡ് എയർ അല്ലെങ്കിൽ ശീതവായു. ശീതവായു. അപ്പൊ രണ്ട് ടൈപ്പ് വായുവിനെ നമുക്ക് ഇവിടെ കാണാം. ഒന്ന് വാം എയർ അല്ലെങ്കിൽ ഉഷ്ണവായു, രണ്ട് കോൾഡ് എയർ അല്ലെങ്കിൽ ശീതവായു. ഈ വാം എയറും കോൾഡ് എയറും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെ ഇവന്മാര് തമ്മിൽ കൂട്ടിമുട്ടി വാം എയറും കോൾഡ് എയറും ഉഷ്ണവായുവും ശീതവായുവും തമ്മിൽ കൂട്ടിമുട്ടി. അങ്ങനെ ഇവന്മാര് രണ്ടുപേരും കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന സൈക്ലോണിന്റെ, അവിടെ രൂപീകരിക്കപ്പെടുന്ന ചക്രവാതത്തിന്റെ പേരാണ് ടെമ്പറേറ്റ് സൈക്ലോൺ അല്ലെങ്കിൽ മിതോഷ്ണ മേഖലാ ചക്രവാതം. വാം എയറും കോൾഡ് എയറും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് രൂപം കൊള്ളുന്ന ചക്രവാതത്തിന്റെ പേരാണ് മിതോഷ്ണ മേഖലാ ചക്രവാതം അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺ. സൈക്ലോണിന്റെ പേരാണ് ടെമ്പറേറ്റ് സൈക്ലോൺ. നിങ്ങൾ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഈ സൈക്ലോൺസ് എവിടെ രൂപപ്പെട്ടത്? ട്രോപ്പിക്കൽ ഓഷ്യന്റെ ഉഷ്ണമേഖലാ സമുദ്രത്തിന് മുകളിലാണ്? അല്ല, ഇത് രൂപപ്പെട്ടത് കരയിലാണ്, ലാൻഡ് ഏരിയയിലാണ്. കരയിൽ അല്ലെങ്കിൽ ലാൻഡിലാണ്. ഇവന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലാണ് ഇവന്മാര് ഫോം ചെയ്യുക. നമ്മുടെ നാട്ടിലെ ബിൽഡിങ്ങിന്റെയും അതേപോലെ തന്നെ മരത്തിന്റെയും ഒക്കെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ പറയുന്ന ടെമ്പറേറ്റ് സൈക്ലോൺ ഫോം ചെയ്യുക അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുക. അങ്ങനെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ, ഇവന്മാരെ പിടിച്ചു വെക്കാൻ ഏറ്റവും മുകളിൽ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവന്മാരെ പിടിച്ചു വെക്കാൻ അവിടെ ഫ്രിക്ഷൻ ഉണ്ടോ? ഇല്ല. നല്ല ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ് മുകളിലോട്ടുള്ള ഭാഗം, അല്ലെ? അറ്റ്മോസ്ഫിയറിന്റെ മുകളിലോട്ടുള്ള ഭാഗം നല്ല ഫ്രീ ആണ്. നമ്മൾ കാണുന്ന മുകളിലോട്ടുള്ള ഭാഗം ഫ്രീ ആണ്. അപ്പൊ ഇവന്മാർ എന്ത് ചെയ്യും? വളരെ ഈസി ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ഏരിയന്റെ മുകളിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. ഇതിൽ മൂവ് ചെയ്യും? ലാൻഡ് ഏരിയന്റെ മുകളിലേക്ക്. ചിലപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ചിലപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ചിലപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്യും. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറയുന്നത് ഈ ലാൻഡ് ഏരിയന്റെ മുകളിലൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. ഈ ചെങ്ങായിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവൻ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവൻ ലെസ് ഡിവാസ്റ്റേറ്റീവ് ആണ്. ലെസ് ഡിവാസ്റ്റേറ്റീവ് നമുക്ക് കുറച്ച് മഴയൊക്കെ തരുന്ന ഒരു ചെങ്ങായിയാണിത്. ലെസ് ഡിവാസ്റ്റേറ്റീവ്. ഓക്കെ, ഈ ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറയുന്നത്. എന്നാൽ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് മോർ ഡിവാസ്റ്റേറ്റീവ് ആണ്. ഈ ചെങ്ങായി ഇവിടെ കര തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ശക്തമായ കാറ്റായിരിക്കും. കാറ്റിൽ എന്ത് ചെയ്യും? വീടിന്റെ മേൽക്കൂര പറന്നു പോകുന്ന ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ചിലപ്പോ വണ്ടിയൊക്കെ, ചിലപ്പോ ഒരാൾ കാർ ഓടിച്ചു സമയത്ത് കാർ ഇങ്ങനെ റൗണ്ട് അടിച്ച് നിൽക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കാറ്റിന്റെ സ്പീഡ് കൊണ്ട് അതിന് കാരണമായിട്ടുള്ള ചെങ്ങായി ഈ ട്രോപ്പിക്കൽ സൈക്ലോണാ. എന്നാൽ ഈ ടെമ്പറേറ്റ് സൈക്ലോൺ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഓർത്ത് വെച്ചുകൂടാ, വാം എയറും കോൾഡ് എയറും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ടെമ്പറേറ്റ് സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്. ടെമ്പറേറ്റ് സൈക്ലോൺസിന്റെ ഒരു പ്രത്യേകത, അതിന് ഈസി ആയിട്ട് ലാൻഡ് ഏരിയന്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സെറ്റാന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത്രയുമാണ് സൈക്ലോൺസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സൈക്ലോൺസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മളിപ്പോ പറഞ്ഞ ടെമ്പറേറ്റ് സൈക്ലോണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മക്കള് ഈ ചിത്രം വരയ്ക്കാൻ ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുക. ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ ഇതേപോലെ ഓഷ്യനൊക്കെ ഒന്ന് വരച്ചുണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചു പഠിക്കുക. ജോഗ്രഫി പഠിക്കാൻ ഏറ്റവും എളുപ്പം വരച്ചിട്ടാണേ. അത് മക്കളോട് മറന്നു പോകരുത്. ഫ്രിക്ഷൻ, അതേപോലെ തന്നെ വിൻഡ്, ഇപ്പം പറഞ്ഞ ഈ സൈക്ലോൺസ്. സെറ്റാന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആന്റി സൈക്ലോൺസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ആന്റി സൈക്ലോൺസ്. ഓക്കെ, ആന്റി സൈക്ലോൺ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ ആന്റി സൈക്ലോൺ എന്താ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. മക്കളെ, ഇതൊരു സർക്കിൾ ആണ്. സർക്കിൾ, ഒരു വൃത്തം. വൃത്തത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഹൈ പ്രഷർ കാണാം. ഹൈ പ്രഷർ, H, ഉച്ചമർദ്ദം. ഇതിന് ചുറ്റും ന്യൂനമർദ്ദമാണ്. ചുറ്റും എന്താണ്? ന്യൂനമർദ്ദം. എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും വിൻഡ് വരിക? പുറത്തുനിന്ന് ഉള്ളിലോട്ടോ, ഉള്ളിന്ന് പുറത്തോട്ടോ? സിമ്പിൾ. ഉള്ളിൽ ഹൈ പ്രഷർ ആയതുകൊണ്ട് ഉള്ളിലുള്ള ഹൈ പ്രഷർ റീജിയനിന് പുറത്തുള്ള ലോ പ്രഷർ റീജിയനിലേക്കാണ് വിൻഡ് പോവുക. ബേസിക് കോൺസെപ്റ്റ് ആണ്.
അങ്ങനെ ആ വിണ്ട് പോകുന്നു. വിണ്ട് എങ്ങനെയാ പോകുന്നത്? വേള് ചെയ്തിട്ട് ചുറ്റിയിട്ട് ചുഴലിക്കാറ്റിനെ പോലെയാ പോകുന്നത്. അതായത് സെൻട്രലിലുള്ള ഹൈ പ്രഷർ റീജിയന് ചുറ്റുമുള്ള ലോ പ്രഷർ റീജിയനിലേക്ക് വിണ്ട് ഇങ്ങനെ വേള് ചെയ്തു പോകുന്നു. അതായത് ഉൾഭാഗത്തുള്ള ഉച്ചമർദ്ദ പ്രദേശത്തു നിന്നും ചുറ്റുപാടിലുള്ള ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് വിണ്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി അല്ലെങ്കിൽ ചുഴറ്റി ചുഴറ്റി പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി സൈക്ലോൺ അല്ലെങ്കിൽ പ്രതിചക്രവാതം. നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാതം. പ്രതിചക്രവാതം. ഇത് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു മക്കൾക്ക്. ഓക്കെ, ഇനി ആന്റി സൈക്ലോൺസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നില്ല. മീൻസ് നമുക്ക് ശക്തമായിട്ടുള്ള മഴയോ ശക്തമായിട്ടുള്ള കാറ്റോ ഒന്നും ഈ ചങ്ങായി തരൂല. അപ്പൊ ആന്റി സൈക്ലോൺസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ നിർബന്ധമായിട്ടും ഇത് വായിച്ചു നോക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഈ ഡെഫിനിഷൻ നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. ആന്റി സൈക്ലോൺസിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ഇതായിരിക്കണം. ആന്റി സൈക്ലോൺസ് ആർ ഹൈ പ്രഷർ സിസ്റ്റം ഫ്രം വിച്ച് വിൻസ് വേൾഡ് ഫ്രം ടുവാർഡ്സ്. പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത് ഉൾഭാഗത്തുള്ള ഉൾപ്രദേശത്തുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ചുറ്റുമുള്ള ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ ചുഴറ്റി വീശുന്ന സിസ്റ്റത്തെ വ്യവസ്ഥിതിനെ വിളിക്കുന്ന പേരാണ് പ്രതിചക്രവാതം. മറന്നുപോകരുത്. ഇനി ഇവന്മാരുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇവൻ വരുന്നതും പോകുന്നതും നമ്മൾ കാര്യമായിട്ട് അറിയാറില്ല. കാരണം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കാറില്ല. അപ്പൊ മക്കളെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡു നോട്ട് കോസ് എനി അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്. നമുക്കൊരു അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത വിൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി സൈക്ലോൺ. ഓക്കെ, ഇനി ആന്റി സൈക്ലോണിന്റെ ഡയറക്ഷനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇവിടെ കാണാം എർത്തിന്റെ നോർത്ത് ഭാഗത്തോട്ട്, എർത്തിന്റെ ഇക്വേറ്ററിന്റെ നോർത്ത് സൈഡിലോട്ടുള്ള ഹെമിസ്ഫിയറിനെ നോർത്തേൺ ഹെമിസ്ഫിയർ, എർത്തിന്റെ ഇക്വേറ്ററിന്റെ സൗത്ത് സൈഡിലോട്ടുള്ള ഹെമിസ്ഫിയറിനെ സദേൺ ഹെമിസ്ഫിയർ എന്നാണ് നമ്മൾ വിളിക്കാറ്. അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ മലയാളത്തിലുള്ള പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരാർദ്ധഗോളം. ഉത്തരാർദ്ധഗോളം, ഉത്തരാർദ്ധഗോളം. നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിലെ ആന്റി സൈക്ലോൺ ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്? നിങ്ങൾക്കറിയാം, ഘടികാരദിശ അല്ലെങ്കിൽ എതിർ ഘടികാരദിശ. നിങ്ങൾ പറഞ്ഞോളി. യെസ്, കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് ക്ലോക്ക് വൈസ്, എന്താണ് ആന്റി ക്ലോക്ക് വൈസ്. യെസ്, കറക്റ്റ്. ഈ പറയുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് പോകുന്നത് പോലെയാണ് പോകുന്നത്. കറക്റ്റ്, ക്ലോക്ക് പോകുന്നത് പോലെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ സൈക്ലോൺസ് എന്ന് പറയും, ആന്റി സൈക്ലോൺസ് എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാതം എന്ന് പറയുന്ന ആള് പോകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഘടികാരം പോകുന്ന അതേ ദിശയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കും ഘടികാരദിശ. ഇപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തില് ആന്റി സൈക്ലോൺ അല്ലെങ്കിൽ പ്രതിചക്രവാതം സഞ്ചരിക്കുന്നത് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഘടികാരദിശയിലാണ്. ഒരു സംശയവും വേണ്ട. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലേക്കാണ്. ദക്ഷിണാർദ്ധഗോളം, മക്കളെ ശ്രദ്ധിക്കുക, ദക്ഷിണാർദ്ധഗോളം. ഈ ദക്ഷിണാർദ്ധഗോളത്തില് ഈ പറയുന്ന ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാതം സഞ്ചരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, ഏത് ഡയറക്ഷനിലാണ്, ഏത് ദിശയിലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ പ്രതിചക്രവാതം അല്ലെങ്കിൽ ആന്റി സൈക്ലോൺസ് പോകുന്നത്? കറക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. പോകുന്ന ദിശ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് കണ്ടോ, ആന്റി ക്ലോക്ക് വൈസ്. നമ്മുടെ ക്ലോക്ക് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടുള്ള ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ഡയറക്ഷൻ ആണ്. ഇത് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എതിർ ഘടികാര ദിശയിലാണ്. സെറ്റാന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ പഠിച്ചത് വേരിയബിൾ വിൻസ് അല്ലെങ്കിൽ അസ്ഥിരവാദങ്ങളെ കുറിച്ചാണ്. രണ്ട് ഉദാഹരണങ്ങളാണ് അസ്ഥിരവാദങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ഒന്ന് സൈക്ലോൺ ചക്രവാതം, രണ്ട് ആന്റി സൈക്ലോൺ പ്രതിചക്രവാതം. ഈ സൈക്ലോണിനെ കുറിച്ചും
ആന്റി സൈക്ലോണിനെ കുറിച്ചും ചക്രവാതത്തെ കുറിച്ചും പ്രതിചക്രവാതത്തെ കുറിച്ചും നമ്മൾ പഠിച്ചു. ചക്രവാതം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ട്രോപ്പിക്കൽ സൈക്ലോൺ ഉഷ്ണമേഖല ചക്രവാതം, അടുത്തത് ടെമ്പറേറ്റ് സൈക്ലോൺ മിതോഷ്ണ മേഖല ചക്രവാതം. പിന്നീട് നമ്മൾ പഠിച്ചത് പ്രതിചക്രവാതത്തെ കുറിച്ചാണ്. മക്കള് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോ വീണ്ടും റീപ്ലേ ചെയ്യാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. വരുന്ന ദിവസങ്ങളിൽ ജോഗ്രഫിയുടെ മറ്റു പോർഷൻസ് ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. കൂടുതലായിട്ട് നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. മക്കൾ ചെയ്യേണ്ട ഒരേ ഒരു പരിപാടി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ, നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇനി വരുന്ന ഓണം എക്സാമിന് എല്ലാവരും പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഒന്ന് സ്പീഡിലാക്കുക, വീഡിയോ ഒക്കെ കാണുക. ഇനി വരുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ബാക്കി നമുക്ക് കുറച്ച് ടോപ്പിക്സ് എടുക്കാണ്ട്. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ഉണ്ട്. ഈ ചാപ്റ്ററിന്റെ എല്ലാ വീഡിയോസും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സൈക്ലോൺ എന്ന് പറയുന്ന, നിങ്ങൾ പഠിക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് ഞങ്ങൾക്കുള്ള സപ്പോർട്ട്. പിന്നെ നിങ്ങളുടെ വളരെ അടുത്ത ഫ്രണ്ട്സുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പൊ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ, താങ്ക് യു.